ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ VTS മാൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് VTS വെഡിംഗ് സെന്ററിൽ നിന്നും. ഞാൻ പാണ്ടിക്കാട് CDSന്റെ ചെയർപേഴ്സൺ. പാണ്ടിക്കാട് കുടുംബശ്രീ CDSന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യ യോഗത്തിൽ തന്നെ സബ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട അജണ്ട വെച്ച് യോഗം ചേരുകയും എന്നാൽ ഒരു വിഭാഗം CDS മെമ്പർമാർ അതിൽ സഹകരിക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് യോഗം മാറ്റിവെക്കുകയുണ്ടായി. യോഗം മാറ്റിവെച്ചെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകേണ്ട ചില ആനുകൂല്യങ്ങൾ നൽകുന്നതിനു വേണ്ടി അടിയന്തരമായ ഒരു യോഗം ഇന്ന് വിളിച്ചു ചേർക്കേണ്ടായി. ആ യോഗത്തിൽ വെച്ച് അവരിന്നും പ്രശ്നങ്ങളുണ്ടാക്കി. അതായത് അടിയന്തര യോഗം ചേരാൻ സാധിക്കില്ല, സബ് കമ്മിറ്റി രൂപീകരണം നടത്താതെ അടിയന്തര യോഗം സാധിക്കില്ല എന്ന് പറഞ്ഞ് അതിന് പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഞാൻ പാണ്ടിക്കാട് CDSന്റെ വൈസ് ചെയർപേഴ്സൺ ശാലിനി. ഇന്നിവിടെ വളരെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അഴിമതിയുടെ കാര്യം പറയുകയുണ്ടായി. അതിൽ വയോജനങ്ങളുടെ പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. അത് എല്ലാ CDS അംഗങ്ങളും മെമ്പർ സെക്രട്ടറി അടക്കമുള്ള ഭരണസമിതി തീരുമാനത്തിലെടുത്ത് അംഗീകരിച്ച കാര്യങ്ങളാണ്. വീണ്ടും അത് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറച്ച് CDS അംഗങ്ങൾ മുന്നോട്ട് വന്നതും ആരോപിക്കപ്പെട്ടതും. അപ്പൊ അതിന്റെ എല്ലാ രേഖകളും ഇവിടെ CDSൽ ഉണ്ട്. അത് രേഖാമൂലം ഉള്ളതുമാണ്. പിന്നെ അവര് അടങ്ങുന്ന CDS ഭരണസമിതിയാണ് അത് അംഗീകരിച്ചതും. പിന്നെ നമ്മുടെ കുടുംബശ്രീ ജനശ്രീ എന്ന സംവിധാനം കൊണ്ടുവന്ന് കുടുംബശ്രീയെ തകർക്കാൻ ശ്രമിച്ച അതേ രാഷ്ട്രീയ കൈകൾ തന്നെയാണ് ഇന്ന് ഇവിടെ അരങ്ങേറിയ ഇതിന്റെ ബഹളത്തിന്റെ പിന്നില് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ ഞങ്ങള് ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും അവർക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും കുടുംബശ്രീ വഴി ഞങ്ങൾ നടപ്പിലാക്കാൻ എല്ലാവിധ പ്രയത്നങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. നമ്മളിന്ന് പാണ്ടിക്കാട് CDS കുടുംബശ്രീ യോഗത്തിനകത്ത് ചില സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അവരുടെ ഒരു തന്ത്രം തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി കൂട്ടായി നിന്ന ആരോപണം നടത്തുന്ന ഈ വ്യക്തികളൊക്കെ തന്നെ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിനകത്ത് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും വലിയ അതിശയകരം. അന്ന് 3-4 വർഷത്തോളം യോഗത്തിനകത്തിരുന്നു കൊണ്ട് ഭരണത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പോ പടി ഇറങ്ങിപ്പോയി കഴിഞ്ഞ ശേഷം വീണ്ടും തിരിച്ചു കയറി കൊണ്ടുവന്ന് അന്നത്തെ ഭരണ സംവിധാനത്തിൽ അഴിമതിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കപ്പെടുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള വില കുറഞ്ഞ രീതിയിലുള്ള ആരോപണങ്ങളുമായി ഞങ്ങളുടെ ഭരണസമിതിയെ തകർക്കാമെന്നുള്ള ഒരു മോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിവെക്കണമെന്നാണ് പറയാനുള്ളത്. പാണ്ടിക്കാട് CDSനെ സംബന്ധിച്ച് നമ്മുടെ CDSന്റെ കീഴിലുള്ള 24 വാർഡുകളെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവർക്ക് കൊടുക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചുകൊണ്ട് അത് തൊഴിൽ മേഖലയിലായാലും മറ്റ് സംരംഭ മേഖലകളിലായാലും വയോജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടായാലും ഏത് മേഖലകളിലും നമ്മുടെ പാവപ്പെട്ടവരെ നമ്മൾ കൈകോർത്തുകൊണ്ട് അവരെ തോളോട് ചേർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. Sa